വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 5-ന് മുൻപ് ചൈനീസ് പാസ്പോർട്ട് ഉള്ളവർക്ക് അനുവദിച്ച റെഗുലർ വിസകൾ റദ്ദാക്കിയതായി ഇമിഗ്രേഷൻ അധികൃതർ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തി. ഹോങ്കോങ്, മക്കാവൂർ, തായ്വാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് ഇത് ബാധകമല്ലെന്നും അറിയിപ്പ് ലഭ്യമാകുന്നുണ്ട്. ജനുവരി 15-ന് ശേഷം ഇവിടെ എത്തിയവരോ ചൈനയിൽ നിന്നുമുള്ളവരോ ആയ വിദേശികൾ വിമാനമാർഗമോ ജലമാർഗമോ കരമാർഗമോ ഇന്ത്യയിലേക്ക് കടക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മ്യാൻമർ, ബംഗ്ലാദേശ് അതിർത്തികളിൽ ഇന്ത്യ സ്ക്രീനിംഗും പരിശോധനയും കർശനമാക്കി വരികയാണ്. ഇന്ത്യൻ എയർപോർട്ട് അതോറിറ്റിയും സംസ്ഥാന സർക്കാരുടെ സഹായത്തോടെ സമാനമായ സ്ക്രീനിംഗും പരിശോധനയും വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ബാങ്കോക്കിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ഒരാൾ രോഗവിമുക്തി നേടിയതിനെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതായി തായ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കൊറോണ വൈറസ് ബാധ ഭീഷണിയെ തുടർന്ന് ചൈനയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ തിരിച്ച 21 മെഡിക്കൽ വിദ്യാർത്ഥികൾ വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഡാലിയൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് കുംനിങ് വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. സിംഗപ്പൂർ വഴി നാട്ടിലെത്താനുള്ള വിമാനത്തിലാണ് ഇവർ ടിക്കറ്റ് എടുത്തിരുന്നത്. എന്നാൽ ബോർഡിംഗ് സമയത്താണ് ചൈനയിൽ നിന്നുള്ള വിദേശികൾക്ക് സിംഗപ്പൂരിൽ വിലക്കുള്ള കാര്യം വിദ്യാർത്ഥികൾ അറിയുന്നത് തന്നെ. യാത്ര അനുവദിക്കാനാകില്ലെന്ന് വിമാനത്താവള അധികൃതർ നിലപാടെടുക്കുകയും ചെയ്തു. തിരിച്ചെത്തില്ലെന്ന് എഴുതി വാങ്ങിയ ശേഷമാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ അധികൃതർ വിദ്യാർത്ഥികൾക്ക് മടങ്ങാൻ അനുമതി നൽകിയത്. ഹോസ്റ്റലിലേക്ക് മടങ്ങാൻ കഴിയാത്തതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് വിദ്യാർത്ഥികൾ. കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 563 ഉയർന്നു. ബുധനാഴ്ച മാത്രം 73 പേരാണ് മരിച്ചത്. മരിച്ചവരിൽ 70 പേരും ചൈനയിലെ ഹുബൈ പ്രവിശ്യയിലുള്ളവരാണ്. ബുധനാഴ്ച മാത്രം 2987 പേർക്ക് കൊറോണ ബാധിച്ചതായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതോടെ കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 28,000-ൽ പരമായി ഉയർന്നിരിക്കുകയാണ്. യാത്രക്കാർക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജപ്പാനിലെ യോക്കോഹാമ തുറമുഖത്ത് പിടിച്ചിട്ടിരുന്ന ജാപ്പനീസ് ആഡംബര കപ്പലായ ഡയമണ്ട് പ്രിൻസസ് ക്രൂസിലെ 10 പേർക്ക് കൂടി കൊറോണ ബാധിച്ചതായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതോടെ കപ്പലിൽ കൊറോണ ബാധിച്ചവരുടെ എണ്ണം 20 ഉയർന്നിരിക്കുകയാണ്. 3800 സഞ്ചാരികളും ജീവനക്കാരുമാണ് കപ്പലിലുള്ളതെന്നാണ് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.